അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വീണ്ടും വെട്ടിലാക്കിയിരിക്കുകയാണ് ഇറാൻ. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി തുറന്നിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ട്രംപ് വലിയ രൂപത്തിലുള്ള ആഹ്ലാദ പ്രകടനം നടത്തുകയും അതോടൊപ്പം തന്നെ ലോകത്തിന്റെ ഏറ്റവും വലിയ മഹത്തായ ഒരു ദിവസമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല, ട്രംപിന്റെ പതിവ് പോലെ താൻ എന്തൊക്കെയോ വലിയ നേട്ടങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും അതോടൊപ്പം മറ്റു ചിലരെ ഇകഴ്ത്തുവാനും ശ്രമിക്കാറുണ്ട്. എന്നാൽ ഈ ആഘോഷങ്ങളെല്ലാം തീരുന്നതിന് മുമ്പ് തന്നെ ഇറാൻ തങ്ങളുടെ നെക്സ്റ്റ് വെടി ഇപ്പോൾ പൊട്ടിച്ചിരിക്കുകയാണ്. ഇറാനെതിരായ ഉപരോധങ്ങൾ നീക്കം ചെയ്യുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി തുറക്കുകയില്ല എന്ന് പറഞ്ഞ് പന്ത് വീണ്ടും അമേരിക്കൻ പോസ്റ്റിലേക്ക് തന്നെ തിരിച്ചു നൽകിയിരിക്കുകയാണ്. ഇറാൻ ആവശ്യപ്പെട്ട ലബനാനിലെ വെടിനിർത്തൽ അത് സാക്ഷാത്കരിക്കുകയുണ്ടായി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിനോട് ലബനാനിൽ സീസ് ഫയർ വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അങ്ങനെയുള്ള ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും അത് നിലവിൽ വരികയും ചെയ്തതോടുകൂടെ ഹോർമുസ് കടലിടുക്ക് തുറന്നു എന്ന് ഇറാൻ പ്രഖ്യാപിക്കുന്നു. എന്നാൽ ഇത് കേട്ടപ്പോഴേക്ക് ലോകത്തിന് മുന്നിൽ തന്റെ വിജയം പരസ്യപ്പെടുത്താൻ വേണ്ടി ട്രംപ് പതിവ് പോലെ രംഗത്ത് വന്നു. പക്ഷെ അത് പരസ്യപ്പെടുത്തുന്നതോടുകൂടെ ഇറാന്റെ പുതിയ വാർത്ത വരുന്നത് സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് വിൽ നോട്ട് റിമൈൻ ഓപ്പൺ. ഒരിക്കലും ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ പോകുന്നില്ല. ഇഫ് US ബ്ലോക്കേഡ് കണ്ടിന്യൂസ്, ഇറാനിയൻ ഒഫീഷ്യൽ വാൺസ്. ഇറാന്റെ ഔദ്യോഗികമായ വാർത്തയാണ്, BBC റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്ക ഇറാൻ കപ്പലുകൾക്ക് നേരെ ഉപരോധം കണ്ടിന്യൂ ചെയ്യുന്ന കാലത്തോളം ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ സാധിക്കുകയില്ല. മാത്രമല്ല, ഇനി തുറന്നാൽ തന്നെ ട്രംപിന് വലിയ നേട്ടങ്ങളൊന്നും അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. നോക്കൂ നിങ്ങൾ, ന്യൂയോർക്ക് പോസ്റ്റ് ആണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ഹൗഎവർ ദി ഫോറിൻ മിനിസ്റ്റർ ആഡഡ് ദാറ്റ് ദി ക്രിട്ടിക്കൽ പാസേജ് ഈസ് ഓൺലി ഓപ്പൺ. അതായത് ഇറാൻ നിശ്ചയിച്ചിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള പാസേജ് മാത്രമേ തുറക്കുകയുള്ളൂ. ഓൺ ദി കോർഡിനേറ്റർ റൂട്ട്, അത് മുമ്പ് ഇറാൻ നിശ്ചയിച്ച ഒരു റൂട്ട് തന്നെയാണ്. അങ്ങനെ പത്രം സൂചിപ്പിക്കുന്നത് വിച്ച് ഇറ്റ്സ് പ്ലാൻ ടു ചാർജ് എ ടോൾ ടു ട്രാൻസിറ്റ് ത്രോ ദി സ്ട്രൈറ്റ്. ഈ കടലിടുക്ക് വഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് ടോൾ പിരിക്കാൻ വേണ്ടി ഇറാൻ സംവിധാനിച്ച റൂട്ട് ഏതാണോ ആ റൂട്ടിലൂടെ തന്നെ പോയിരിക്കണമെന്നാണ് ഇപ്പോഴും ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി കൃത്യമായ കാര്യം പറഞ്ഞിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ടോൾ പിരിവ് നടത്തും എന്ന് തന്നെയാണ് ഇറാൻ പറയുന്നത്. അതോടൊപ്പം ഇറാൻ മറ്റു രണ്ട് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. ഇത് കൊമേഴ്ഷ്യൽ കപ്പലുകൾക്ക് മാത്രമാണ് ഈ അനുമതി ഉണ്ടായിരിക്കുക. മാത്രമല്ല, ആ കൊമേഴ്ഷ്യൽ കപ്പലുകൾ തന്നെ ശത്രു രാജ്യങ്ങളുമായി കണക്റ്റഡ് ആയിരിക്കാൻ പാടില്ല. അങ്ങനെയുള്ള കപ്പലുകൾക്കോ അതുപോലെ തന്നെ മിലിറ്ററി കപ്പലുകൾ, ഇതിനൊന്നും ഹോർമുസ് കടലിടുക്കിലേക്ക് യാതൊരു അനുമതിയും ഇല്ല. ഇനി പോകുന്ന കപ്പലുകൾക്ക് ടോൾ പിരിക്കും എന്ന സൂചന കൂടെ ഇതിൽ നൽകുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അതിന്റെ എല്ലാം ശേഷമാണ്, ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് മുമ്പാണ് BBC ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് വിൽ നോട്ട് റിമൈൻ ഓപ്പൺ ഇഫ് US ബ്ലോക്കേഡ് കണ്ടിന്യൂ. അമേരിക്കൻ ഉപരോധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരിക്കലും തന്നെ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ പോകുന്നില്ല എന്ന സൂചന തന്നെയാണ് കൃത്യമായി നൽകിയിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇങ്ങനെ ഹോർമുസ് കടലിടുക്ക് തുറന്നു എന്ന് പറയുമ്പോഴേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്തെല്ലാമാണ് പറഞ്ഞത്. അഹങ്കാരത്തിന്റെ വാക്കുകൾ ചെറുതൊന്നുമല്ല. യൂറോപ്യൻ രാഷ്ട്രങ്ങൾ അമേരിക്കയുടെ തിട്ടൂരത്തിന് അവർ നിന്നുകൊടുത്തില്ല എന്ന കാരണത്താൽ അവരെ പരിഹസിക്കുകയാണ്. സൈറ്റ് ഓഫ് ഹോർമുസ് കംപ്ലീറ്റ്ലി ഓപ്പൺ ആസ് ട്രംപ് സെലിബ്രേറ്റ്സ്. ട്രംപ് അത് ആഘോഷിക്കുകയാണ്. എണ്ണയ്ക്ക് വില കുറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് ആഘോഷമാക്കുകയാണ്. എന്നാൽ ഈ ആഘോഷിക്കുന്ന സമയത്ത് തന്നെ നാറ്റോയെ പരിഹസിക്കുന്നു. പേപ്പർ ടൈഗറാണ്, കടലാസ് കടുവയാണ് നാറ്റോ എന്ന് പറഞ്ഞ് അവരെ ഒന്നുമല്ലാതാക്കുന്നു, പരിഹസിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ട്രംപിന്റെ രീതികളുള്ളത്. എന്തായിരുന്നാലും ട്രംപിന്റെ ആഘോഷങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നതിനിടയിലാണ് ട്രംപിനെ വീണ്ടും ആശങ്കപ്പെടുത്തിയിരിക്കുന്നത്. അത്ര പെട്ടെന്നൊന്നും ആഘോഷിക്കാനുള്ള വഴി ഇറാന്റെ ഭാഗത്ത് ട്രംപിന് ഉണ്ടാവുകയില്ല എന്ന കാര്യം ഇതിലൂടെയെല്ലാം വ്യക്തമാണ്. ഇറാൻ വളരെ കണ്ണിങ്ങോടുകൂടെ തന്നെയാണ് ഈ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ട്രംപിനെ വീണ്ടും 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 പ്രതിരോധത്തിലാക്കിക്കൊണ്ടേ നീങ്ങുകയാണ് ഇറാൻ എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന്റെ ഭാഗമാണ് സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് തുറന്നു കൊടുത്തു എന്ന് പ്രഖ്യാപിക്കുന്നു, ടോൾ പിരിക്കുന്നു. അതോടൊപ്പം തന്നെ വീണ്ടും അത് ക്ലോസ് ചെയ്യുന്നു. കാരണം ലബനാനിൽ വെടിനിർത്തിയിട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. അത് കാരണത്താൽ ട്രംപ് സമ്മർദ്ദം ചെലുത്തി ലബനാനിലും വെടിനിർത്തുന്നു. എന്നാൽ വെടിനിർത്തുന്നതോടുകൂടെ ട്രംപ് പൂർണ്ണമായി തുറന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. ഈ പ്രഖ്യാപനം കഴിയുമ്പോഴേക്ക് മറ്റൊരു നീക്കവും കൂടെ ഇറാൻ നടത്തുന്നു. ആയിട്ടില്ല, ട്രംപ് പൂർണ്ണമായും ഉപരോധം പിൻവലിക്കണമെന്നാണ്.
ആ ഒരു ഉപരോധവും കൂടെ ട്രംപ് പിൻവലിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ലോക പോലീസിന്റെ അവസ്ഥ എന്താണ് എന്ന്. പരാജയം എന്ന് പറഞ്ഞാൽ പോരാ, ഏറ്റവും വലിയ നാണം കെട്ട പരാജയം എന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ട്രംപിന്റെ മേൽ ഇറാൻ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു സമ്മർദ്ദമാണ് ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഉപരോധവും കൂടെ പിൻവലിച്ചെങ്കിലേ അത്തരം ഒരു നീക്കം നടത്തുകയുള്ളൂ. ഇസ്രയേലോ അമേരിക്കയോ മുന്നോട്ട് വെച്ച ഒരു കാര്യവും ഇതുവരെ ഇറാൻ അംഗീകരിച്ചിട്ടില്ല. മാത്രമല്ല, ഇപ്പോൾ ഈ യുദ്ധത്തിന് മുമ്പ് സുഗമമായി യാത്ര ചെയ്തിരുന്ന കപ്പലുകൾ സർവീസ് നടത്തിയിരുന്ന ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചു. ഇപ്പോൾ അത് തുറക്കുന്നതിൽ മാത്രം അമേരിക്ക കീഴ്പ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ യുദ്ധം അമ്പേ പരാജയപ്പെട്ടു ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക എന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്.